Welcome to the YouTube channel of Farouk Higher Secondary School. It's me, Femnas, Department of Computer Science. Okay students, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തുടങ്ങിയത് COVID-19 കാര്യങ്ങളെ കുറിച്ചാണ്. ഇന്നും അവിടെ തന്നെ നമുക്ക് വീണ്ടും അതിന്റെ ഭാഗം തുടങ്ങാം. നമുക്കറിയാം കോവിഡ് രോഗികൾ ചികിത്സക്കായിട്ട് സ്പെഷ്യൽ ഹോസ്പിറ്റലുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരവിടെ പോസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കി അവരെ ട്രീറ്റ്മെന്റിൽ ഇരുത്താണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് പീരീഡ് 1 or 2 weeks കഴിഞ്ഞ് അവരുടെ ടെസ്റ്റുകൾ നടത്തുന്നു. ടെസ്റ്റ് നടത്തി പോസിറ്റീവ് ആണെങ്കിൽ അവരെ വീണ്ടും എന്ത് ചെയ്യുന്നു, അവിടെ തന്നെ നിലനിർത്തുന്നു. എന്നിട്ട് പഴയ മെഡിസിൻസും ബാക്കി കാര്യങ്ങളെല്ലാം കണ്ടിന്യൂ ചെയ്യുന്നു. ദെൻ അഗെയിൻ ആ ഒരു സ്പെസിഫിക് പീരീഡ് കഴിഞ്ഞാൽ വീണ്ടും ടെസ്റ്റിന് വിധേയമാക്കുന്നു. വീണ്ടും പോസിറ്റീവ് ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നു. എപ്പോഴാണോ ഫലം നെഗറ്റീവ് ആവുന്നത് അപ്പോഴാണ് അവരെ അവിടുന്ന് റിലീസ് ചെയ്യുന്നത്. സോ നമ്മുടെ ടോപ്പിക് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. ഇത് സത്യത്തില് ലൂപ്പുമായി ബന്ധമില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ലൂപ്പിൽ എന്താണ് നടക്കുന്നത്? നമ്മൾ പഠിച്ചതാണ്. There are 3 types of loops: while loop, do while loop, for loop. ഇവിടെ എന്തായിരുന്നു ചെയ്തിരുന്നത്? ഏതെങ്കിലും ഒരു സ്പെസിഫിക് കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ തിങ് അത് റിപ്പീറ്റ് ചെയ്യുന്നു, ലൂപ്പ് ചെയ്യുന്നു. നമ്മൾ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് തന്നെ പറയാറുണ്ട്. 3 ലൂപ്പിലായാലും നടക്കുന്നത് ഇതേ കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ ഒരു ഭാഗം എക്സിക്യൂട്ട് ചെയ്യുന്നു. കണ്ടീഷൻ എപ്പോഴാണോ ഫാൾസ് ആവുന്നത് അപ്പോഴേ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ലൂപ്പിനെ കുറിച്ച് പൊതുവെ പറയുകയാണെങ്കിൽ ഇതാണ് അതിന്റെ ഒരു ആകത്തുക. നമ്മുടെ കോവിഡ് രോഗികളുടെ കാര്യം പറയുന്ന പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നു, അവിടെ എപ്പോഴാണോ നെഗറ്റീവ് ആവുന്നത് അവരെ പുറത്തുവിടുന്നു. ഇവിടെ കണ്ടീഷൻസ് എപ്പോഴാണോ ഫാൾസ് ആവുന്നത് ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു. അപ്പൊ ലൂപ്പ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാനാണ്, അല്ലെങ്കിൽ റിപ്പീറ്റഡ് എക്സിക്യൂഷന് വേണ്ടിയിട്ടാണ് ലൂപ്പ് എന്നുള്ളൊരു സിസ്റ്റം നമ്മൾ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ടോപ്പിക്കിലേക്ക് പോവാം. There are 3 types of loops. അതിന് മുമ്പ് ഒരു കാര്യം, ഈ 3 നമ്മൾ 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്: എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പും. എന്താണ് എൻട്രി കൺട്രോൾ ലൂപ്പ്? എൻട്രി കൺട്രോൾ ലൂപ്പ് പേരിൽ തന്നെയുണ്ട്, വളരെ സിമ്പിൾ ആണ്, നമ്മൾ പഠിച്ചതാണ്, മറന്നുപോകാൻ സാധ്യതയില്ല. എന്നാൽ കൂടി ഞാൻ ഒരു വട്ടം നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ലൂപ്പിലേക്ക് എൻറ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് എൻട്രി കൺട്രോൾഡ്. ആ എൻട്രി തന്നെ കൺട്രോൾഡ് ആണ്. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ലൂപ്പിൽ എൻറ്റർ ചെയ്യുന്നുള്ളൂ. എന്നാൽ എക്സിറ്റ് കൺട്രോളോ, അവിടെ ലൂപ്പിൽ എൻട്രി ചെയ്യുന്നതിന് കൺട്രോളിന്റെ കാര്യമില്ല, കൺട്രോൾ ചെയ്യുന്നില്ല. എന്നാൽ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ജസ്റ്റ് ചെക്ക് ചെയ്യുന്നു. അവിടെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ വീണ്ടും ലൂപ്പിലേക്ക് വന്ന് നെക്സ്റ്റ് ഐറ്ററേഷൻ പോസിബിൾ ആവുന്നു. വ്യത്യാസം മനസ്സിലാക്കുക. ഒന്ന്, ഒരു കാര്യവുമില്ലാതെ തന്നെ ഒരു പ്രാവശ്യം ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നു എക്സിറ്റ് കൺട്രോളിൽ. രണ്ടാമത്തെ എക്സിക്യൂഷന് മാത്രമേ ചെക്കിങ് വരുന്നുള്ളൂ. എന്നാൽ എൻട്രി കൺട്രോൾ ആവുന്ന സമയത്ത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത. ഇവിടെ എൻട്രി കൺട്രോൾ ലൂപ്സ് ആണ് വൈൽ ലൂപ്പ്, അതേപോലെ ഫോർ ലൂപ്പ്. എക്സിറ്റ് കൺട്രോൾ ആണ് ഡു വൈൽ ലൂപ്പ്. നമുക്കറിയാവുന്നതാണ്. ഏതൊരു ലൂപ്പ് എടുത്തു നോക്കിയാലും അതിന് 4 ഭാഗങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റും: ഇനീഷ്യലൈസേഷൻ, കണ്ടീഷൻ, അപ്ഡേഷൻ, 4ാമത്തത് ബോഡി ഓഫ് ലൂപ്പ്. എല്ലാ ലൂപ്പിനും ഈ 4 പാർട്ടുകൾ നമുക്ക് വിവിധ സ്ഥലങ്ങളിലായിട്ട് കാണാൻ പറ്റും. എല്ലാ ലൂപ്പിനും ഒരേ സ്ഥലങ്ങളിലായിരിക്കില്ല ഉണ്ടാകും. പക്ഷെ ഈ 4 പാർട്ട് നിർബന്ധമായിട്ട് ഒരു ലൂപ്പിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. എന്താണ് ഇനീഷ്യലൈസേഷൻ? ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂപ്പ് കൺട്രോൾ ചെയ്യുന്ന ഒരു വേരിയബിൾ ഉണ്ടായി. ആ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യണം, അതിന് ഇനീഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യുന്നതാണ് ഇനീഷ്യലൈസേഷൻ. രണ്ടാമത് ടെസ്റ്റ് എക്സ്പ്രഷൻ. ഏതൊരു കണ്ടീഷൻ ബേസ് ചെയ്തിട്ടാണോ ലൂപ്പ് വർക്ക് ചെയ്യുന്നത് അതാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ. ഈ ഒരു എക്സ്പ്രഷൻ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമാണ് ലൂപ്പ് എക്സിക്യൂഷൻ അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ തീരുമാനിക്കപ്പെടുന്നത്. മൂന്നാമത് ബോഡി ഓഫ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ ബേസ് ചെയ്ത് അത് ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്
ഗ്രൂപ്പ് ആവണമെന്നില്ല, സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആവാം. അതാണ് ആക്ച്വലി ബോഡി ഓഫ് ലൂപ്പ്. റിപ്പീറ്റ് ചെയ്യപ്പെടേണ്ട സ്റ്റെപ്സ് ഏതൊക്കെയാണോ, ആ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണോ, അതാണ് ബോഡി ഓഫ് ലൂപ്പ്. രണ്ട് ബ്രാക്കറ്റിനുള്ളിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഭാഗം. സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ബ്രാക്കറ്റ് നമ്മൾ യൂസ് ചെയ്യാറില്ല, നമുക്കറിയാം. ദെൻ ലാസ്റ്റ് പാർട്ട് അപ്ഡേഷൻ. അപ്ഡേഷൻ ഓഫ് വേരിയബിൾ ആണ്, ലൂപ്പ് കൺട്രോൾ വേരിയബിളിന്റെ അപ്ഡേഷൻ. ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്താൽ അതിനുള്ള മാറ്റം അപ്ഡേഷൻ അവിടെ കാണാം. ചിലപ്പോ ഇൻക്രിമെന്റ് ആവാം, ചിലപ്പോൾ ഡിക്രിമെന്റ് ആവാം. രണ്ട് രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോ ലൂപ്പിന്റെ പൊതുവായ രീതി ഇതാണ്. ഇനി ഒന്നാമതായിട്ട് വൈൽ ലൂപ്പ് നമുക്ക് എടുത്ത് നോക്കാം. സിന്റാക്സ് നോക്കൂ. വൈൽ ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ വൈൽ കണ്ടീഷൻ. കണ്ടീഷൻ കൊടുത്തിട്ട് നമ്മൾ വൈൽ എന്നുള്ള വേർഡ് കണ്ടീഷൻ കൊടുക്കുന്നു. കണ്ടീഷൻ എന്താണോ അത് നോക്കിയിട്ട് മാത്രമാണ് ആ കേളി ബ്രേസിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ബോഡി ഓഫ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് മുകളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇനീഷ്യലൈസേഷൻ വൈൽ ലൂപ്പില് വൈൽ സ്റ്റേറ്റ്മെന്റിന്റെ തൊട്ട് മുകളിലാണ് വരുന്നത് സാധാരണ രീതി. അത് കഴിഞ്ഞ് കണ്ടീഷൻ, ദെൻ നെക്സ്റ്റ് ബോഡി ഓഫ് ലൂപ്പ്, തൊട്ട് താഴെ അപ്ഡേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ഈ ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന വേരിയബിൾ, അത് അപ്ഡേഷൻ. അപ്പൊ ഇത് കഴിഞ്ഞ് വീണ്ടും മുകളിലേക്ക് പോകുന്നു, വൈൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. പിന്നീട് ഇങ്ങോട്ട് പോകുന്നില്ല, ഇനീഷ്യലൈസേഷൻ സ്റ്റേജിലേക്ക് പോകുന്നില്ല, പിന്നെ വൈൽ കണ്ടീഷൻ എന്നുള്ള സ്റ്റെപ്പിലേക്ക് വരുന്നു. പിന്നെ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണോ ഈ വൈൽ കണ്ടീഷൻ ഫാൾസ് ആവുന്നത് അപ്പോഴാണ് ആക്ച്വലി ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നത്. നോക്കൂ, അടുത്തത് ഫോർ ലൂപ്പ്. വൈലിനെക്കാളും കുറച്ചുകൂടി സിമ്പിൾ ആണ്. സിംഗിൾ ലൈനിൽ നമുക്ക് അതിന്റെ 3 കാര്യങ്ങൾ ഒരുമിച്ച് എഴുതാൻ പറ്റും. ഫോർ ലൂപ്പിൽ നോക്കൂ നിങ്ങള്. ഫസ്റ്റ് പാർട്ട് ഇനീഷ്യലൈസേഷൻ, സെക്കൻഡ് ടെസ്റ്റ് എക്സ്പ്രഷൻ, മൂന്നാമത്തത് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. വൈൽ ലൂപ്പിനെ പോലെ തന്നെയാണ്, അതിന്റെ പൊസിഷനിൽ കുറച്ച് മാറ്റം വന്നു എന്നുള്ളൂ. കുറച്ചും കൂടി സിമ്പിൾ ആണ്. കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പലപ്പോഴും ഫോർ ലൂപ്പ് തന്നെയാണ്. ഇനീഷ്യലൈസേഷൻ പറയേണ്ട ആവശ്യമില്ല, എന്താണെന്ന് അറിയാം. ടെസ്റ്റ് എക്സ്പ്രഷൻ നമുക്കറിയാം, അപ്ഡേഷൻ അറിയാം. താഴെ ബോഡി ഓഫ് ലൂപ്പ്. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഇതിന്റെ ആ ഓർഡർ ഒന്ന് നോക്കുക. ആദ്യം ഏതാണ് വർക്ക് ചെയ്യുന്നത്, പിന്നെ ഏതാണെന്നുള്ളത്. ആദ്യം ഒന്നാമതായിട്ട് ഇനീഷ്യലൈസേഷൻ വർക്ക് ചെയ്യുന്നു, രണ്ടാമതായിട്ട് ടെസ്റ്റ് എക്സ്പ്രഷൻ, മൂന്നാമതായിട്ട് വർക്ക് ചെയ്യുന്നത് ബോഡി ഓഫ് ലൂപ്പ് ആണ്, നാലാമത് വർക്ക് ചെയ്യുന്നത് അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്, അഞ്ചാമതായിട്ട് വീണ്ടും വരുന്നത് ഏതാണ്, ടെസ്റ്റ് എക്സ്പ്രഷൻ ആണ്, 6 ബോഡി ഓഫ് ലൂപ്പ്, 7 അപ്ഡേഷൻ. പിന്നെ അത് എങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണോ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആവുന്നത് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് ഫാൾസ് ആവുന്നത് അപ്പോൾ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു. ഇതാണ് ഫോർ ലൂപ്പ്. ഇപ്പൊ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും എൻട്രി കൺട്രോൾ ആണ്, ഓർത്ത് വെക്കണം. നെക്സ്റ്റ് വി ഗോ ടു ഡു വൈൽ ലൂപ്പ്. അതേ ഒരു എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. ഡു വൈൽ ലൂപ്പിലെ സിന്റാക്സും ശ്രദ്ധിച്ചു നോക്കാം. ഇനീഷ്യലൈസേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ, ദെൻ നെക്സ്റ്റ് ഡു. അതാണ് നമ്മൾ ഡു വൈൽ യൂസ് ചെയ്യുന്ന ഒരു കീവേഡ്. ഡു കഴിഞ്ഞിട്ട് ബോഡി ഓഫ് ലൂപ്പ് ആണ്. അതിന്റെ അവസാന ഭാഗത്ത് അപ്ഡേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ കാണാം. അപ്ഡേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, വൈൽ കണ്ടീഷൻ. കണ്ടീഷൻ എൻഡിൽ ഒരു സെമികോളൻ ഉണ്ട്, ഓർത്ത് വെക്കണം. ഇത് ഫോർ ലൂപ്പിലില്ല, അതേപോലെ വൈൽ ലൂപ്പിലും സെമികോളൻ യൂസ് ചെയ്യുന്നില്ല ആ സ്റ്റേറ്റ്മെന്റ് എൻഡിൽ. ഇവിടെ മാത്രമുള്ള പ്രത്യേകതയാണ്. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്, ആദ്യം ഇനീഷ്യലൈസേഷൻ നടക്കുന്നു വേരിയബിളിന്, ദെൻ ഒരു പ്രാവശ്യം ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു, അപ്ഡേഷൻ നടക്കുന്നു, നെക്സ്റ്റ് മാത്രമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ രണ്ടാമത്തെ എക്സിക്യൂഷന് വേണ്ടി ഡു എന്നുള്ള കീവേഡിന്റെ മുകളിലേക്ക് കൺട്രോൾ പോകുന്നുള്ളൂ. അത് ഓർത്ത് വെക്കേണ്ടത്. ഇതാണ് ഡു വൈൽ ലൂപ്പ്. വളരെ സിമ്പിൾ ആണ്. ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചതാണ്. ഇതിന്റെ 3 എക്സാമ്പിൾസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകളിൽ നോക്കിയിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. ബിക്കോസ് ഇതൊരു റിവ്യൂ പോർഷൻ ആണ്. നിങ്ങൾ കൂടെ റിവ്യൂ ചെയ്യണം. എല്ലാ കാര്യങ്ങളും 1ാം വർഷത്തിൽ പറഞ്ഞതുപോലെ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നെസ്റ്റഡ് ലൂപ്പ് നമ്മൾ കേട്ടതാണ്. ഒരു ലൂപ്പിന്റെ ഇൻസൈഡ് വേറെ ലൂപ്പ്. അപ്പൊ ഒരു ഇന്നർ ലൂപ്പ് ഉണ്ടായിരിക്കും, ഒരു ഔട്ടർ ലൂപ്പ് ഉണ്ടായിരിക്കും. ഇതും വളരെ സിമ്പിൾ ആണ്. ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ സാധാരണ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷന് സെക്കൻഡ് ഇയറിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ട്രയാങ്കിൾ ഓഫ് സ്റ്റാർസ്. ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ നെസ്റ്റഡ് ലൂപ്പ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. പ്രോഗ്രാമിൽ ഒന്ന് നോക്കും. സാധാരണ രീതിയിൽ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നു, എന്നിട്ട് വേരിയബിൾസ് സെറ്റ് ചെയ്യുന്നു. അവിടെ നമുക്ക് ഇന്റിജർ ആയിട്ട് i, j നമ്മൾ സെറ്റ് ചെയ്തു. ആദ്യത്തെ ലൂപ്പ് ഇതാണ് ഔട്ടർ ലൂപ്പ്. അതിൽ for i = 1, i <= 5 ++ i.
ദെൻ നമ്മള് ലൂപ്പിന്റെ ഉള്ളിലേക്ക് വന്നു. സി ഔട്ട് സ്ലാഷൻ അത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രിന്റ് ചെയ്യാനാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. ദെൻ ഫോർ j equal to 1, j less than or equal to I plus j. ഇതാണ് ഇന്നർ ലൂപ്പ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പുറത്ത് ഔട്ടർ ലൂപ്പ് ഉണ്ട്, ഉള്ളില് ഇന്നർ ലൂപ്പ് ഉണ്ട്. ഇന്നർ ലൂപ്പിന്റെ ഉള്ളില് സി ഔട്ട് സ്റ്റാർ പ്രിന്റ് ചെയ്യുന്നത് ഇന്നർ ലൂപ്പിൽ നിന്നാണ്. അപ്പോ പുറത്ത് നമ്മള് ഐയുടെ വാല്യൂ 1 ആവുന്ന സമയത്ത് കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോ എന്റർ ചെയ്യുന്നു, അവിടെ ഒരു സ്ലാഷിന് പ്രിന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് താഴേക്ക് പ്രിന്റിംഗ് കൺട്രോൾ പോകും. ദെൻ അടുത്ത ചെക്കിങ് j equal to 1, j ഇനീഷ്യലൈസ് ചെയ്തു. j less than or equal to 1, കാരണം 1 വരാൻ കാരണം മുകളിൽ ഐയുടെ വാല്യൂ 1 ആണ്. അപ്പൊ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്യുന്നു. സ്റ്റാർ പ്രിന്റ് ചെയ്ത് ഇന്നർ ലൂപ്പിന്റെ j ഇൻക്രിമെന്റ് ചെയ്യുന്നു. j പ്ലസ് വന്ന ജെയുടെ വാല്യൂ 2 ആയി മാറി. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, കണ്ടീഷൻ ഫാൾസ് ആണ്. അതോടുകൂടി ഇന്നർ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് ഔട്ടർ ലൂപ്പിന്റെ ഇൻക്രിമെന്റ് പാർട്ടിലേക്ക് പോകുന്നു I++. അതുകൊണ്ട് ഒരു സ്റ്റാർ മാത്രമാണ് പ്രിന്റ് ചെയ്ത് ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തു. നെക്സ്റ്റ് ഐറ്ററേഷൻ നോക്കുക, ഔട്ടർ ലൂപ്പിന്റെ സെക്കൻഡ് ഐറ്ററേഷൻ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, കണ്ടീഷൻ ട്രൂ ആണ്. താഴേക്ക് വരുന്നു, നെക്സ്റ്റ് ലൈനിലേക്ക് പോകുന്നു. j equal to 1 വീണ്ടും ഇനീഷ്യലൈസ് ചെയ്യുന്നു, ശ്രദ്ധിക്കാം. Then j less than or equal to I, that is 1 less than or equal to 2, കണ്ടീഷൻ ട്രൂ ആണ്. സ്റ്റാർ പ്രിന്റ് ചെയ്യുന്നു, j ഇൻക്രിമെന്റ് ചെയ്യുന്നു, j 2 ആയി മാറി. Then 2 less than or equal to 2, here also condition true. സോ ഒരു സ്റ്റാർ കൂടി പ്രിന്റ് ചെയ്യുന്നു. അവിടെ എന്തില്ല, സ്ലാഷിലേക്ക് പോകുന്നതിന് മുമ്പാണ് സ്റ്റാർ പ്രിന്റ് ചെയ്തത്. അതുകൊണ്ട് 2 സ്റ്റാർ ഔട്ട്പുട്ടിൽ നമുക്ക് കാണാൻ പറ്റും. ദെൻ j ഇൻക്രിമെന്റ് ചെയ്യുന്നു, 3 ആയി മാറി. കണ്ടീഷൻ ഫാൾസ് ആവുന്നു, മുകളിലേക്ക് പോകുന്നു. അപ്പൊ ഐയുടെ വാല്യൂ I++3 ആയി മാറി. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. അവസാനത്തെ ലൈനിൽ 5 സ്റ്റാർ പ്രിന്റ് ചെയ്യുന്നത് വരെ കണ്ടിന്യൂ ചെയ്യും. നമുക്ക് I less than 5 എന്നുള്ളത് 10 ആക്കി കഴിഞ്ഞാൽ 10 സ്റ്റാർസ് വരുന്ന ഒരു ട്രയാങ്കിള് പ്രിന്റ് ചെയ്യാൻ പറ്റും. എളുപ്പമുള്ള ഒരു പ്രോഗ്രാമാണ്. ഒന്ന് വർക്കിംഗ് നോക്കിയാൽ മതി. ഓക്കെ, ഔട്ട്പുട്ട് ശ്രദ്ധിച്ചു നോക്കൂ. നെക്സ്റ്റ് ഈസ് ജംപ് സ്റ്റേറ്റ്മെന്റ്സ്. എന്താണ് ജംപ് സ്റ്റേറ്റ്മെന്റ്സ്? They facilitate transfer of program control from one place to another place. പ്രോഗ്രാമിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് അതിന്റെ കൺട്രോൾ പ്രോഗ്രാമിലെ മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ സഹായിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ജംപ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ആ തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്ക് പരിചയമുള്ളതാണ്. നമ്മളത് ഫസ്റ്റ് ഇയറിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ല എന്നുള്ളൂ, നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നും നിങ്ങൾക്ക് പരിചയമുള്ളതാണ് തീർച്ചയായിട്ടും ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. അപ്പോ ജംപ് സ്റ്റേറ്റ്മെന്റ്സിൽ നമുക്ക് 3 എണ്ണാണ് പറയാനുള്ളത്. ഒന്നാമത്തത് ഗോ ടു സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തത് ബ്രേക്ക്, മൂന്നാമത്തത് കണ്ടിന്യൂ. ഒന്നാമത്തെ നോക്കാം, ഗോ ടു സ്റ്റേറ്റ്മെന്റ്. ഗോ ടു സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സിന്റാക്സ് ശ്രദ്ധിച്ച് നോക്കാം. ഗോ ടു സ്റ്റേറ്റ്മെന്റ്സിൽ നമ്മൾ ഒരു ലേബൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രോഗ്രാമിന്റെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ആ ലേബല് പ്ലേസ് ചെയ്ത്, ലേബൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വേർഡ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, ഒരു വേരിയബിൾ പോലെ ഒരു വേർഡ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, എന്നിട്ട് കോളൻ ഇട്ടു. പിന്നെ നമ്മൾ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും ആ ഒരു ലേബലിന്റെ മുകളിലോ താഴെ ഏത് ഭാഗത്തും നമുക്ക് ഉപയോഗിക്കാം. ഗോ ടു എന്ന് പറഞ്ഞിട്ട് ആ ലേബലിന്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് ഗോ ടു എന്നുള്ള ലേബലിന്റെ പേര് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് പ്രോഗ്രാം കൺട്രോൾ എവിടെയാണോ ലേബൽ പ്ലേസ് ചെയ്തിട്ടുള്ളത് അതേ പ്ലേസിലേക്ക് പോകും. ഇതാണ് ഗോ ടു സ്റ്റേറ്റ്മെന്റ്സ്. രണ്ടാമത്തത് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്സ്. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ സ്വിച്ച് പഠിച്ച സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. സ്വിച്ചില് ബ്രേക്ക് വർക്ക് ചെയ്യുന്ന സ്ഥലം നിങ്ങൾക്ക് അറിയാം. ഒരു പ്രോഗ്രാം ലൈൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് നമ്മൾ എപ്പോ കാണുന്നു അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു. ഇവിടെ നിന്ന് ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് എക്സിറ്റ് ചെയ്യുക ചെയ്യുന്നത്. ലൂപ്പ് അല്ലെങ്കിൽ അത് യൂസ് ചെയ്യപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക്. സ്വിച്ച് ഉള്ളിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്വിച്ചിൽ നിന്ന് പുറത്തേക്ക് പോകും. ബാക്കി ഭാഗം സ്കിപ്പ് ചെയ്യുന്നുണ്ട്, എന്നാൽ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഇതാണ് ബ്രേക്ക്. ബ്രേക്ക് യൂസ് ചെയ്തിട്ടുള്ള സ്വിച്ചിന്റെ എക്സാമ്പിൾസ് ഇഷ്ടം പോലെ നമ്മൾ കണ്ടാണ്. സ്വിച്ചിന്റെ ഒരു വെറൈറ്റി എക്സാമ്പിൾ നിങ്ങൾ നോക്കൂ. ഇതിൽ നമ്മൾ ബ്രേക്ക് ഓരോ കേസ് കോൺസ്റ്റന്റിന് നേരെ വരുന്ന സ്റ്റേറ്റ്മെന്റ്സിന് ബ്രേക്ക് യൂസ് ചെയ്തിട്ടില്ല. പകരം അവസാനം ഒരു സ്ഥലത്ത് മാത്രമാണ് നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ആ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഓക്കെ ആണെങ്കിലും
അതിൽ ഏത് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. നമ്മൾ അതിന് പകരം ഈ ഒരു ലാസ്റ്റ് ലൈനിൽ കൊടുത്ത സെയിം ആൻസർ ആണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ വോവൽസ് കാണാനുള്ള പ്രോഗ്രാമാണത്. അപ്പൊ ഇതില് ഏത് വോവൽസ് ആണെങ്കിലും പ്രിന്റ് ചെയ്യേണ്ടത് അത് വോവൽ ആണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ അത് പ്രിന്റ് ചെയ്യുന്നതിന് ഓരോ പ്രിന്റ് കൊടുത്ത് ഓരോ ബ്രേക്ക് കൊടുക്കുന്നതിന് പകരം ലാസ്റ്റ് മാത്രം പ്രിന്റ് കൊടുത്ത് ബ്രേക്ക് കൊടുത്തു. ലാസ്റ്റ് ഡീഫോൾട്ട് അതല്ലാത്ത കേസ് ആണെങ്കിൽ ഇത് ചെയ്യണമെന്ന് വേണ്ട ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അപ്പൊ ഇങ്ങനെ കൊടുക്കാം. ഒരു വെറൈറ്റി എക്സാമ്പിൾ കാണിച്ചെന്ന് മാത്രം. അപ്പൊ ബ്രേക്ക് യൂസ് ചെയ്യുന്നത് നമുക്ക് സാധാരണ രീതിയിൽ ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനാണ്. ആ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതോടുകൂടി ആ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്കിൽ നിന്ന് തന്നെ നമ്മൾ പുറത്തേക്ക് പോവാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് കണ്ടിന്യൂ എന്നുള്ളതിന്റെ ആപ്ലിക്കേഷൻ നോക്കാം. കണ്ടിന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്കിൽ നിന്നൊരു വ്യത്യാസം, നമ്മൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് അത് ലൂപ്പിന്റെ ഉള്ളിലാണ് സാധാരണ നമ്മൾ കണ്ടിന്യൂ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ലൂപ്പിന്റെ ഉള്ളിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഈ കണ്ടിന്യൂ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ അത് കഴിഞ്ഞ് ബാക്കി ഭാഗം എന്തുണ്ട് ലൂപ്പിന്റെ ഉള്ളിൽ അത് സ്കിപ്പ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും മുകളിലേക്ക് പോകും. ശ്രദ്ധിക്കണം, ബ്രേക്കില് ബാക്കി ഭാഗം സ്കിപ്പ് ചെയ്ത് പുറത്തേക്ക് പോകുന്നു. ഇവിടെ ബാക്കി ഭാഗം സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് ഐറ്ററേഷന് വേണ്ടി മുകളിലേക്ക് കൊണ്ടുപോകും. കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ടാണ് ആ പേര് വന്നത്. അപ്പൊ നമുക്കൊരു പെർട്ടിക്കുലർ ഭാഗം ഏതെങ്കിലും ഒരു കണ്ടീഷൻ വെച്ച് സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ നോക്കും. നമ്മൾ ഡെമോൺസ്ട്രേഷന് വേണ്ടി ഒരു എക്സാമ്പിൾ 1 മുതൽ 10 വരെ പ്രിന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. ഒരു ഫോർ ലൂപ്പ് ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതില് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, 6 എന്നുള്ള നമ്പർ നമുക്ക് വേണ്ടെന്ന് വരും. അപ്പൊ പ്രോഗ്രാം എഴുതാനുള്ള പ്രിന്റ് ചെയ്യാനുള്ള കോഡുകൾ നമ്മൾ എഴുതി അതില് ഇഫ് I equal to 6 ഡബിൾ ഈക്വൽ ടു ഓർക്കണം, I equal to 6 ആണെങ്കിൽ കണ്ടിന്യൂ. അപ്പൊ എന്ത് നടക്കും? For I equal to 1 ആണ് സ്റ്റാർട്ടിങ്. അപ്പൊ 1 വരും, ചെക്ക് ചെയ്യുന്നു, താഴെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, 1 പ്രിന്റ് ചെയ്യുന്നു, 2 പ്രിന്റ് ചെയ്യുന്നു, 3 പ്രിന്റ് ചെയ്യുന്നു. റൊട്ടേഷൻ നടത്തിയിട്ട് 6 ആവുന്ന സമയത്ത് ഐയുടെ വാല്യൂ 6 ആവുന്ന സമയത്ത് കണ്ടിന്യൂ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു? താഴെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് സ്കിപ്പ് ചെയ്യുന്നു. അപ്ഡേഷൻ നടന്നിട്ട് 7ാമത്തേലേക്ക് പോകുന്നു. 7 വരുമ്പോൾ ചെക്ക് ചെയ്യുന്നു, 7 അല്ല. അപ്പൊ അതുകൊണ്ട് താഴെ പ്രിന്റ് നടക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? 1 2 3 4 5 6 സ്കിപ്പ് ചെയ്ത് 7 8 9 10 വരെ പ്രിന്റ് ചെയ്യും. വളരെ സിമ്പിൾ. ഓക്കെ, ഈ ബ്രേക്ക് അതേപോലെ കണ്ടിന്യൂ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യത്തത് ബ്രേക്ക്, രണ്ടാമത്തെ പാർട്ട് എഴുതിയിട്ടുള്ള കണ്ടിന്യൂ. രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ബ്രേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിൽ രണ്ടിലും യൂസ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിങ്ങിലും ലൂപ്പിലും നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ കണ്ടിന്യൂ സാധാരണ യൂസ് ചെയ്യുന്നത് ലൂപ്പിൽ മാത്രമാണ്. രണ്ടാമതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, രണ്ടാമത്തെ പോയിന്റ്, ബ്രേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബ്ലോക്കിന്റെ ഉള്ളിൽ നിന്ന്, അതായത് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ആയാലും ലൂപ്പായാലും ബ്ലോക്കിന്റെ ഉള്ളിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പുറത്തേക്കാണ് പോകുന്നത്. എന്നാൽ കണ്ടിന്യൂ എന്നുള്ളത് ആ കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ് ബാക്കി ഭാഗം കഴിഞ്ഞ് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ഐറ്ററേഷന് വേണ്ടി വീണ്ടും മുകളിലേക്കാണ് പോകുന്നത്. വ്യത്യാസം മനസ്സിലാക്കി നോക്കുക. അതേപോലെ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റിന് പ്രത്യേകിച്ച് വേറെ കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ ബ്രേക്ക് കാണുമ്പോൾ തന്നെ പുറത്തേക്ക് പോകാൻ പറ്റും. എന്നാൽ കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ആ ഒരു ലൂപ്പിൽ നിന്ന് അല്ലെങ്കിൽ ആ ബ്ലോക്കിൽ നിന്ന് പുറത്തു പോകുന്നത് ടെസ്റ്റ് എക്സ്പ്രഷൻ എപ്പോഴാണോ ഫാൾസ് ആവുന്നത് അപ്പോഴും മാത്രമേ പുറത്തു പോകുന്നുള്ളൂ. അല്ലാതെ കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഒരിക്കലും ലൂപ്പിൽ നിന്ന് ഡയറക്റ്റ് പുറത്തു പോകുന്നില്ല. ഇതാണ് ഡിഫറൻസസ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തോടു കൂടി ഒന്നാമത്തെ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുക. ബാക്കിയുള്ള വീഡിയോസിന്റെ യൂട്യൂബ് ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആർക്കും എഴുതാവുന്നതാണ്. നമ്മൾ പഠിച്ച ഇത്രയും കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടെസ്റ്റ് പ്രിപ്പയർ ചെയ്തത്. അതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് തന്നെ സെൽഫ് ഇവാലുവേഷൻ നടത്താവുന്നതാണ്. എത്ര മാർക്ക് അതിൽ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ്. എല്ലാവരും നിർബന്ധമായിട്ടും അതൊന്ന് ചെയ്തു നോക്കണം. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഒന്ന് വിലയിരുത്താൻ കിട്ടുന്ന അവസരമാണ്. വീണ്ടും ഇതുപോലെ അടുത്ത ഭാഗങ്ങളുമായി കാണാമെന്ന പ്രതീക്ഷയോടുകൂടി താങ്ക് യു.